അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് പോയതിനോടൊപ്പം ബാബയ്ക്ക് സദ്ഗുരുവാർ ദിവസത്തിൻ്റെ വിശേഷ സ്നേഹസ്മരണകൾ നൽകി. വിശേഷിച്ച് ഭോഗ് വച്ചിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെയും സർവ UP സോൺ, പശ്ചിം നേപ്പാൾ, മഹാരാഷ്ട്ര എവിടെയെല്ലാമുള്ള സഹോദരി സഹോദരന്മാരുണ്ടോ എല്ലാവരുടെയും സ്നേഹസ്മരണകൾ ബാബയ്ക്ക് നൽകി. ബാബയോട് പറഞ്ഞു, ബാബ വിശേഷിച്ച് ബാബ്ദാദ മില്ലൻ്റെ ആദ്യത്തെ ടേൺ ആണ്. അപ്പോൾ അത് കേട്ട് ബാബ ഒരു സെക്കൻഡ് എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പിന്നെ ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ബാബ ഇങ്ങനെ കാണിച്ചു തന്നു, നോക്കൂ കുട്ടി, ലോകത്തിൽ ചെറിയ കുട്ടികളെ മാതാപിതാക്കളും കുടുംബത്തിലുള്ളവരും വളരെയധികം സ്നേഹിക്കുന്നു, ഓമനിക്കുന്നു. പിന്നെ കുട്ടി വലുതാകുമ്പോഴും അതിനെ സ്നേഹത്തോടെ അതിന് ചില ശിക്ഷണങ്ങളും നൽകുന്നു, മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നു, എഴുത്തും വായനയും പഠിപ്പിക്കുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ബാബ കാണിച്ചത് ഇതാണ്. അവർ അല്പം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ മാതാപിതാക്കളും കുട്ടികളെ വിട്ടുകളയുന്നു. സ്വന്തം കാലിൽ നടക്കുന്നത് പഠിക്കുന്നതിന് വേണ്ടി നടക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബാബ ഇങ്ങനെ ഒരു ദൃശ്യം കാണിച്ചു തന്നു. അതിനോടൊപ്പം ബാബ പറഞ്ഞു, കുട്ടി, ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ ഇതിൻ്റെ രഹസ്യം അങ്ങ് തന്നെ മനസ്സിലാക്കിച്ചു തരണം, പറഞ്ഞു തരണം. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, തുടക്കത്തിൽ ബാബയുടെ വീട്ടിൽ ഏത് കുട്ടികളാണോ ആദ്യകാലത്തിൽ വന്നത്, അപ്പോൾ ബാബയും മമ്മയും ആ കുട്ടികളുടെ വളരെയധികം സ്നേഹത്തോടെയുള്ള പാലന ചെയ്തു. അവർക്ക് അത്രയും ലാളനയും നൽകി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. പിന്നെ അല്പം വിവേകം ഉണ്ടായപ്പോൾ അവരെ സേവനത്തിൻ്റെ ക്ഷേത്രത്തിൽ അയച്ചു. അതിനുശേഷം ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനത്തെ ഉത്തരവാദിത്വങ്ങൾ നൽകി. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൗകികത്തിൽ ഇരിക്കുന്നവരായാലും അലൗകികത്തിൽ കഴിയുന്നവരായാലും കുടുംബത്തിൽ കഴിയുന്നവർ ആയാലും. ബാബ പറഞ്ഞു, ഇപ്പോൾ ഏതൊരു സമയമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മൂന്നാമത്തെ സ്റ്റേജാണ്. ബാബ പറഞ്ഞ 2 സ്റ്റേജ് പൂർത്തിയായി. ബാബ പറഞ്ഞു, വരാൻ പോകുന്ന കുട്ടികൾ ആരാണോ വന്നുകൊണ്ടും ഇരിക്കുന്നത് ആ കുട്ടികൾക്ക് ഈ 3 സ്റ്റേജും വരുന്നതിനോടൊപ്പം തന്നെ ഈ 3 സ്റ്റേജും മറികടക്കണം. സംഗമയുഗത്തിൻ്റെ അല്പം സമയമേ ഉള്ളൂ. ഈ സംഗമയുഗത്തിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ വരാൻ പോകുന്ന ബാബയുടെ കുട്ടികളായ ആത്മാക്കൾക്ക് സ്നേഹ ലാളനകൾ എടുത്തുകൊണ്ട് ബാബ്ദാദയുടെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മൂന്നാമതായി ബാബ പറഞ്ഞു, ഇപ്പോൾ പറക്കേണ്ട സമയമാണ്. ബാബ പറഞ്ഞു, നടക്കുന്നതിനുള്ള സമയം, അതായത് ഇന്നത്തെ സമയത്ത് കലിയുഗം നടക്കുവാനുള്ള വഴി വളരെ ചെറുതായി തുടങ്ങി. ഇപ്പോൾ പറക്കുന്നതിനുള്ള സമയമാണ്. അപ്പോൾ വരാൻ പോകുന്ന കുട്ടികൾ സമയം അനുസരിച്ച് പുരുഷാർത്ഥത്തിന്മേൽ തീവ്രത ഉണ്ടാകണം, പുരുഷാർത്ഥത്തിൻ്റെ താല്പര്യം ഉണ്ടാകണം. ബാബയോടുള്ള സ്നേഹവും ഭാവനയും വരുമ്പോൾ തന്നെ യോജിക്കണം. വന്നു ചേരുന്ന കുട്ടികളിൽ ബാബ ഈ ഒരു
ആവശ്യം വയ്ക്കുകയാണ്. പിന്നെ ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, UPയിലുള്ളവർ ആദ്യത്തെ ടേൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യ നമ്പറിൽ വരുന്നവർ എന്താണ് ചെയ്യുന്നത്? ആദ്യ നമ്പറിൽ വരുന്നതിനു വേണ്ടി അത്രയും തന്നെ അവർ തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്നു, തീവ്രതയോടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആദ്യ നമ്പർ എടുക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോകണം, ഉയരങ്ങളിൽ പറക്കണം. ബാബ പറഞ്ഞു, ഇപ്പോൾ നടക്കുവാനുള്ള സമയം പൂർണ്ണമായും സമാപ്തമായി കഴിഞ്ഞു. ബാബയും വരാൻ പോകുന്ന ബാബയുടെ കുട്ടികൾ ആരാണോ വന്നുകൊണ്ടിരിക്കുന്നത്, ബാബ ആ കുട്ടികളിൽ അത്രയും ശക്തിയും ബലവും നിറച്ചുകൊണ്ടിരിക്കുന്നു. ബാബ നിങ്ങളേവരെ പ്രതി സന്ദേശം ഇത്രയും കേൾപ്പിച്ചു. ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. പല ആത്മാക്കളുടെയും വിശേഷ സ്നേഹസ്മരണകൾ നൽകി. ബാബ പറഞ്ഞു, വിശേഷിച്ച് സദ്ഗുരുവാർ ദിവസത്തിൽ അമൃതവേള മുതൽ തന്നെ കുട്ടികളുടെ പല പ്രകാരത്തിലുള്ള സങ്കല്പവും സ്നേഹം നിറഞ്ഞ ഓർമ്മകളും എത്തിക്കൊണ്ടിരിക്കുന്നു. ബാബയും തൻ്റെ കുട്ടികളെ കണ്ട് വളരെയധികം ഹർഷിതമാകുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വിശേഷിച്ച് നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും UP സോൺ മറ്റ് ആരെല്ലാം വന്നിരിക്കുന്നുവോ, പശ്ചിമ നേപ്പാളിലെ സർവ സഹോദരി സഹോദരന്മാർ, ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ ഈ ആദ്യ ടേണും ആരംഭിച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ബാബയുടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.